അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള വീഡിയോസിൻ്റെ ഒക്കെ ക്ലാരിറ്റി കുറവാകും, ലൈറ്റ് കുറവാകും, ഈവൻ സൗണ്ടും കുറവാകും, ധാരാളം ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ് ഉണ്ടാകും. കാരണം ഞാൻ ക്ലിനിക്കിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. നമുക്കുള്ള അറിവുകൾ എത്രയും പെട്ടെന്ന് ബാക്കിയുള്ളവർക്ക് തരാൻ പറ്റുന്നോ അതിനനുസരിച്ചാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ക്ലിനിക്കിൽ നിന്ന് തന്നെ ഷൂട്ട് ചെയ്യുന്നത്. വീട്ടിലോട്ട് പോലെ 2 വീക്കിലി അല്ലെങ്കിൽ 3 വീക്കിലൊക്കെ പോകാറുള്ളൂ. അപ്പോൾ വീട്ടിൽ നിന്നുള്ള വീഡിയോസിന് ക്വാളിറ്റി ഉണ്ടാകും, ക്ലിനിക്കിൽ നിന്നുള്ള വീഡിയോസിന് ക്വാളിറ്റി കുറവായിരിക്കും. പക്ഷേ നിങ്ങൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കണ്ടൻറ്റ് മാത്രം, അറിവുകൾ മാത്രം നോക്കിയാൽ മതി. പിന്നെ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഷാബാൻ മാസം നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാം. ഷാബാൻ മാസം ഇന്നിപ്പോൾ 2 അപ്പോൾ നമ്മൾ ഷാബാൻ മാസത്തിൽ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാസം എന്ന് പറഞ്ഞാൽ സ്വലാത്തിൻ്റെ മാസം. നമ്മൾ സ്വലാത്ത് മാക്സിമം അധികരിപ്പിക്കേണ്ട മാസമാണ്. ഇപ്പോൾ ഷാബാൻ കിട്ടിയാലേ നമുക്ക് റമദാനും കൂടി നല്ല രീതിയിൽ കിട്ടുള്ളൂ. റമദാൻ കിട്ടിയാലേ ബാക്കിയുള്ള എല്ലാ മാസങ്ങളും നല്ല രീതിയിൽ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ നമ്മൾ ഇനി ഇപ്പോൾ റജബ് കഴിഞ്ഞു, റജബിൽ ഇസ്ലാമിക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. റജബ് കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ കൊണ്ടുപോയെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി ഷാബാനും നല്ല രീതിയിൽ ചെയ്തിട്ട് റമദാനിൽ അതിലും ഉഷാറായിട്ട് നമുക്ക് ഇബാദത്ത് ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാ മാസങ്ങളിലും നമുക്ക് ഇത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരണം എന്നുണ്ടെങ്കിൽ ഈ ചലഞ്ച് നിങ്ങൾ ചെയ്താൽ എന്തായാലും ഒരു ചേഞ്ച് ഉണ്ടാകും. ഇപ്പോൾ ഇസ്ലാമിക് ചലഞ്ചിൽ കുറേ ആളുകൾ ചെയ്തിട്ടുണ്ട്. ചെയ്ത ആളുകളിൽ നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ഒരു മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവർക്കും ഈ ഇസ്ലാമിക് ചലഞ്ച് ചെയ്യാനുള്ളൊരു മോട്ടിവേഷനാണ്. സോ അതുകൊണ്ട് തന്നെ ഇസ്ലാമിക് ചലഞ്ചിൽ ചെയ്തിട്ടുള്ളവർ നിങ്ങളുടെ ലൈഫിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് ചലഞ്ചിലോട്ട് പോവാം. ആദ്യമായി എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഒരു ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആവും. പ്രത്യേകിച്ച് ഞാൻ ഇസ്ലാമിക് ചലഞ്ചിൽ എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ് പോയിന്റ് വൈസ് ഞാൻ ഇട്ടു എന്നുള്ളതാണ്. ഓരോ പോയിന്റും ഓരോ ദിവസം കിട്ടുന്ന പോയിന്റും അതിനനുസരിച്ച് എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ കൂട്ടി ചെയ്യാൻ നോക്കും. അങ്ങനെ നമ്മൾ തുടക്കത്തിൽ കുറച്ച് പോയിന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേനും ഫുൾ പോയിന്റ്സ് കിട്ടുന്ന രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അങ്ങനെ നിങ്ങളും ഇതേപോലെ ജസ്റ്റ് എഴുതിയിട്ട് പോയിന്റ് ഇട്ട് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. ആദ്യം ഞാനിങ്ങനെ ജസ്റ്റ് ഒരു ഷാബാൻ ഫെബ്രുവരി, ഇതിപ്പോൾ നമുക്ക് കിട്ടിയത് ഫെബ്രുവരിയും ഷാബാൻ മാസം ഒരേപോലെയാണ്. അതായത് ഇതിപ്പോൾ ഫെബ്രുവരി 1 ഷാബാൻ 1 ആ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ഡിഫിക്കൽട്ടി ഇല്ല ഈ പ്ലാനർ ഫോം ചെയ്യുന്നതിൽ. പിന്നെ ചലഞ്ച് യുവർ സെൽഫ്, അത് ഇതിപ്പോൾ ഏതൊരു കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നമ്മളെ തന്നെ ചലഞ്ച് ചെയ്താലേ നമുക്കതിൽ സക്സീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഇസ്ലാമിക് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഏതൊരു കാര്യത്തിലാണെന്നുണ്ടെങ്കിലും. സോ അതുകൊണ്ടാണ് നമ്മൾ ചലഞ്ച് ആയിട്ട് ഇത് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ മെയിനായിട്ടുള്ള ഗോൾസ് എന്നാൽ ഒരു മാസം ഒരു ഖത്തം എന്നുള്ള രീതിയിൽ 4 പേജസ് ഓഫ് ഖുർആൻ ഓരോ നിസ്കാരത്തിന് ശേഷവും 5 വക്തിൽ ഓരോ നിസ്കാരത്തിന് ശേഷവും 4 പേജസ് ഓഫ് ഖുർആൻ ഓതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഡിഫിക്കൽട്ടി കൂടാതെ ഒരു ഖത്തം ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ഒരു ജുസ് ഒരു ദിവസം കൊണ്ടും. പിന്നെ സ്വലാത്ത് 1000 ഡെയിലി. ഇന്ന് ഷാബാൻ മാസം ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്വലാത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. മാക്സിമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലും അവരുടെ കുടുംബത്തിൻ്റെ പേരിലും സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ്. പിന്നെ നിസ്കാരം കറക്റ്റായിട്ട് നിസ്കരിക്കുക. പിന്നെ തഹജ്ജുദ് നിസ്കാരമാണ് ഏറ്റവും ഇതിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്. എല്ലാവർക്കും കൊണ്ടും പറ്റണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ തഹജ്ജുദ് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് എണീറ്റ് നിസ്കരിക്കേണ്ട നിസ്കാരമാണല്ലോ. അപ്പോൾ അത് നിസ്കരിക്കൽ ഏറ്റവും ഹൈറായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ നിസ്കരിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബാക്കിയുള്ള നമ്മുടെ ടാസ്കിലോട്ട് പോകാം. ഞാനിങ്ങനെ ടാസ്ക് വൈസ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മോർണിംഗ് ടാസ്ക്, നൂൺ ടാസ്ക്, ഈവനിങ് ടാസ്ക് ആൻഡ് നൈറ്റ് ടാസ്ക്. മോർണിംഗ് ടാസ്ക്കാണ് ഏറ്റവും കൂടുതലുള്ളത്. ടോട്ടൽ 22 ടാസ്കുകളാണുള്ളത്. ആ 22 ടാസ്കുകൾ ഞാൻ എല്ലാതും വലിയ ടാസ്കുകളൊന്നുമല്ല. ഒരു മാക്സിമം പോയ 2-3 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഓരോ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് മോർണിംഗിലാണ്. അതുകൊണ്ടാണ്, കാരണം അത് ജോലിക്ക് പോകാനുണ്ടാകും, അതുപോലെ കുട്ടികളെ നോക്കാനുണ്ടാകും, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് മോർണിംഗ് ടാസ്ക്. നൂൺ ടാസ്കിലാണ് ഏറ്റവും കുറവ് ടാസ്കുകൾ ഉള്ളത്, 7 ടാസ്ക് എന്തോ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈവനിങ് ടാസ്ക് 10 ടാസ്കുകളുണ്ട്. ആൻഡ് നൈറ്റ് ടാസ്കിൽ വരുന്നത് 15 ടാസ്ക്. അങ്ങനെ ടോട്ടൽ ഒരു ഇത്രത്തോളം ടാസ്കുകളുണ്ട്. ഈ ടാസ്കുകളെല്ലാം ശരിക്കും നോർമലി നമ്മുടെ ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇത് ഇങ്ങനത്തെ നമ്മൾ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം കാണാൻ പറ്റും. കടങ്ങൾ വീടുന്നത് നിങ്ങളറിയാതെ തന്നെ കടങ്ങൾ വീടുന്നത് ഉണ്ടാകും. അതുപോലെ നിങ്ങളുടെ സമ്പത്തിൽ വർധനവുണ്ടാകും. നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങളിൽ പഠനത്തിൽ നല്ലൊരു ഉയർച്ചയുണ്ടാകും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റിയൊരു ചലഞ്ചാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഞാനും ഇത് ചെയ്യാൻ നോക്കും, ഇത് കണ്ടിന്യൂ ചെയ്യാൻ നോക്കും എന്നുള്ളതാണ്.
അപ്പോൾ നമുക്ക് ടാസ്കിലോട്ട് പോകാം. മോർണിംഗ് ടാസ്ക് എന്നുള്ളത് ഓരോ ടാസ്കിനും അതിൻ്റെ ഡിഫിക്കൽട്ടി അനുസരിച്ച് പോയിന്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ ടാസ്കിനെ കുറിച്ചും ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യില്ല, കാരണം ഞാൻ കുറേ ടാസ്കുകളിൽ ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. തഹജ്ജുദ് നിസ്കാരത്തിന് 2 പോയിൻ്റാണ്, സുബ്ഹ് നിസ്കാരത്തിന് 3 പോയിന്റ്. 3 പോയിന്റ് എങ്ങനെയെന്ന് വെച്ചാൽ നേരത്തെ, അതായത് നമ്മൾ നിസ്കരിച്ചിട്ടുണ്ട്, സമയത്ത് നിസ്കരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 പോയിന്റ്. ഏറ്റവും ആദ്യത്തെ വക്തിൽ, അതായത് സുബ്ഹി അരമണിക്കൂറിനുള്ളിൽ, സുബ്ഹിൻ മഗ്രിബൻ അരമണിക്കൂർ ഓഫ് ബാങ്ക്, പിന്നെ ബാക്കിയുള്ള നിസ്കാരങ്ങൾ 1 മണിക്കൂർ ഓഫ് ബാങ്ക് വിളിച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് 1 മണിക്കൂറിനുള്ളിൽ നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 പോയിന്റ്, ആൻഡ് ജമാഅത്തോട് കൂടി നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 പോയിന്റ്. അങ്ങനെ ടോട്ടൽ 3 പോയിന്റാണ് സുബ്ഹിന് കൊടുക്കുന്നത്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അത് ഞാൻ ഇതിൽ കൊടുക്കാം. എന്താണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അതിൻ്റെ മീനിങ്. അതുപോലെ ലവ് അൻസൽന സൂറത്ത്, അതിനൊരു പോയിന്റ്. പിന്നെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ 3 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. അത് മോർണിംഗിലും 3 പ്രാവശ്യം, നൈറ്റിലും 3 പ്രാവശ്യം എന്നുള്ള രീതിയിലാണ്. ഇസ്തിഗ്ഫാർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. കാരണം ധാരാളം തെറ്റുകൾ ഓരോ ദിവസവും നമ്മൾ ചെയ്ത് കൂട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട്. പിന്നെ യാസീൻ സൂറത്ത്, ഫതഹ് സൂറത്ത്, റഹ്മാൻ സൂറത്ത്, ഇത് 3ആണ് നമ്മൾ രാവിലെ ഓതേണ്ട 3 സൂറത്തുകൾ. സൂറത്തുൽ ഇഖ്ലാസ് ഒരു 11 പ്രാവശ്യം, ലഖദ് ജാഅക്കും എന്ന് പറഞ്ഞ തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ, ആ 2 ആയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നബിയുടെ സ്വപ്നത്തിൽ കാണാൻ പറ്റും. അതിന് എണ്ണമറ്റ് ഗുണങ്ങളാണുള്ളത്. അപ്പോൾ അത് 3 പ്രാവശ്യം ഓതുക എന്നുള്ളതാണ്. അത് രാവിലെയും വൈകിട്ടും 3 പ്രാവശ്യം ഓതുക. പിന്നെ 4 പേജസ് ഓഫ് ഖുർആൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ 4 പേജസ് ഓരോ വക്തിന് ശേഷം എന്നുള്ളത്. പിന്നെ സ്വലാത്ത് 200 പ്രാവശ്യം എന്നുള്ളതാണ്. അങ്ങനെ 200 പ്രാവശ്യം ഓരോ വക്തിന് ശേഷം നമ്മൾ സ്വലാത്ത് ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വക്തിന് ടോട്ടൽ നമ്മൾ 1000 സ്വലാത്ത് ഒരു ദിവസം കംപ്ലീറ്റ് ആക്കാൻ പറ്റും. 4 പേജസ് ഓഫ് ഖുർആനും സ്വലാത്തിനും 2 പോയിന്റ് വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തഹജ്ജുദ് നിസ്കാരത്തിനും സുബ്ഹ് നിസ്കാരത്തിനായിരുന്നു ഇങ്ങനെ കൂടുതൽ പോയിന്റ് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും 1 പോയിന്റാണ്. കാരണം ഈ കാര്യങ്ങളാണ് കുറച്ച് എല്ലാവർക്കും ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടി ആയിട്ടുള്ളത്. അപ്പോൾ അതിന് നല്ല പോയിന്റ് കൊടുത്തിട്ടുണ്ട്. തഹ്ലീലിന് 100 പോയിന്റ്, അതുപോലെ ഇസ്തിഗ്ഫാറിന് 100 പോയിന്റ്, തിബ്ബുസ് സ്വലാത്ത് 10 പ്രാവശ്യം, ഞാൻ അത് സ്ക്രീനിൽ കൊടുക്കാം. അസ്മാഉൽ ഹുസ്ന ഉണ്ട്, അതിനൊരു പോയിന്റ്. അത് അസ്മാഉൽ ഹുസ്ന ഒരു ദിവസം 3 പ്രാവശ്യങ്ങളിൽ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നല്ല ചേഞ്ചുകൾ ഉണ്ടാവും. പിന്നെ ദുഹാ നിസ്കാരം, അതിന് 2 പോയിന്റാണ്. ദുഹാ നിസ്കാരത്തിനും തഹജ്ജുദ് നിസ്കാരത്തിനും അതുപോലെ മൂന്നാമത്തെ സുന്നത്ത് നിസ്കാരമായ വിത്ർ നിസ്കാരത്തിനും നമ്മൾ 2 പോയിന്റ് കൊടുത്തിട്ടുള്ളത്. അത് ഫർദ് നിസ്കാരത്തിനേക്കാളും ഫർദ് നിസ്കാരത്തിന് 3 പോയിന്റും സുന്നത്ത് നിസ്കാരത്തിന് 2 പോയിന്റും. പിന്നെ യാനൂറ് അല്ലാതെ 100 പ്രാവശ്യം, അതിനൊരു പോയിന്റ്. സ്വതക്കക്ക് 1 രൂപ സ്വതക്ക ചെയ്താലും അതിന് നല്ലതാണ്, പ്രത്യേകിച്ച് ഈ ഷഅബാൻ മാസം, റജബ് മാസം, റമദാൻ മാസങ്ങളിൽ. പിന്നെ സ്വലാത്തുൽ ഫാത്തിഹ 3 പ്രാവശ്യം. റബ്ബി ഇന്നി ലിമ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, അത് നമുക്ക് എന്ത് ആ ദിക്ർ ചൊല്ലിയിട്ട് എന്ത് ദുആ ചെയ്താലും അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ഒരു ഉത്തരം കിട്ടുന്നുള്ളതാണ്. അപ്പോൾ അതിൽ 10 പ്രാവശ്യം ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്യുക, അതിനൊരു പോയിന്റ്. പിന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, അതൊരു 50 പ്രാവശ്യം മോർണിംഗും ഈവനിങ്ങും ചൊല്ലുക. അതും നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ സഹായിക്കുന്ന ഒരു ഇസ്മാണ്, ഒരു ദുആ ആണ്. അതുപോലെ ഷഅബാനിലുള്ളൊരു ദിക്റാണ്, അത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അത് 33 പ്രാവശ്യം നമ്മൾ ഡെയിലി ചൊല്ലുക എന്നുള്ളതാണ്. ഷഅബാൻ കഴിയുന്നതിന് മുമ്പ്, അതായത് 30 ദിവസം 33 പ്രാവശ്യം ചൊല്ലി അങ്ങനെ ഒരു 1000 പ്രാവശ്യങ്ങളും ചൊല്ലുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഷഅബാൻ കഴിയുന്നതിന് മുമ്പ് ഒരു 1000 പ്രാവശ്യം നമ്മൾ ചൊല്ലി തീർക്കുക എന്നുള്ളതാണ്. അങ്ങനെ ടോട്ടൽ മോർണിംഗ് ടാസ്കിന് 29 പോയിന്റ് ആണുള്ളത്. ഫുള്ള് ടാസ്ക് കംപ്ലീറ്റ് ആക്കിയാൽ നമുക്ക് 29 പോയിന്റ് കിട്ടും. അടുത്തായിട്ടുള്ള നൂൺ ടാസ്ക് ആണ്. നൂൺ ടാസ്ക് ളുഹ്ർ നിസ്കാരത്തിന് 3 പോയിന്റ്, 4 പേജസ് ഓഫ് ഖുർആൻ 2 പോയിന്റ്, സ്വലാത്തിന് 200 പ്രാവശ്യം ചൊല്ലിയാൽ 2 പോയിന്റ്, 100 പ്രാവശ്യം ചൊല്ലിയാൽ 1 പോയിന്റ്. അങ്ങനെയാണ് ഈ ളുഹ്ർ നിസ്കാരങ്ങളുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ 3 പോയിന്റ് കിട്ടുന്നത് എന്നുള്ളത്. അസ്മാഉൽ ഹുസ്നയ്ക്ക് 1 പോയിന്റ്, കടം വീടാനുള്ള ദുആ ഒരു 10 പ്രാവശ്യം ചൊല്ലിയാൽ 1 പോയിന്റ്. പിന്നെ സ്വലാത്തു താജ്, അത് താജ് സ്വലാത്ത് നമ്മൾ കഴിഞ്ഞ 5 ചൊല്ലിയത് 1 പ്രാവശ്യമായിരുന്നു, ഇത് 2 പ്രാവശ്യം ചൊല്ലിയാൽ 2 പോയിന്റ് എന്നുള്ള രീതിയിൽ ടോട്ടൽ. പിന്നെ ദുഖാൻ സൂറത്തിലെ 8 ആയത്തുകൾ ഒരു 15 പ്രാവശ്യം നമ്മൾ ഷഅബാൻ ആദ്യത്തെ 1 മുതൽ 14 വരെ ചൊല്ലിയിട്ട് 15ാം ദിവസം നമ്മൾ ദുആ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നുള്ളതാണ്. അപ്പോൾ അതും നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം. ഇങ്ങനെ 2 കാര്യങ്ങൾ, ഷഅബാനിലൊരു ദിക്റും ദുഖാൻ സൂറത്തിൽ 8 ആയത്താണ് നമ്മളിപ്പോൾ ഷഅബാനിലായിട്ട് കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് 2 പോയിന്റ് കൂടി ഉണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഇതിപ്പോൾ 1 മുതൽ 25 അല്ലെങ്കിൽ 28 ദിവസം വരെ, അതായത് ഈ മാസം മൊത്തം എന്നുള്ള രീതിയിൽ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഓരോ ദിവസങ്ങളിലും നമുക്ക് പോയിന്റ് വൈസ് ഇട്ടുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ അസസ് ചെയ്യാവുന്നതാണ്. ഈവൻ നമ്മൾ നിസ്കരിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഖളാ വീട്ടാനുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിൽ അറിയാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഈവനിങ് ടാസ്ക് ആയിട്ടുള്ളത് അസ്ർ നിസ്കാരത്തിന് 3 പോയിന്റാണ്. നബാ സൂറത്ത്, അതായത് സൂറത്തിന് 1 പോയിന്റ്, 4 പേജസ് ഓഫ് ഖുർആൻ 2 പോയിന്റ്, സ്വലാത്ത് 200 പ്രാവശ്യം ചൊല്ലിയ 2 പോയിന്റ്, ഇസ്തിഗ്ഫാർ 100 പോയിന്റ്,
പോയിൻറ്റ്. അത് 100 പ്രാവശ്യം ചൊല്ലിയാൽ അസ്തഗ്ഫിറുല്ലാഹിൽ അദീം അത് 100 പ്രാവശ്യം ചൊല്ലിയാൽ 1 പോയിൻറ്റ്. തഹ്ലീൽ പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് 100 പ്രാവശ്യം ചൊല്ലിയാൽ 1 പോയിൻറ്റ്. ലഖദ് ജാഅക്കും അത് തുടങ്ങുന്ന ഇത് തഅബയിലെ ലാസ്റ്റ് 2 ആയത്തുകളാണ്. അപ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് മാത്രം ചൊല്ലിയാൽ വേണ്ടി ബിസ്മി ചൊല്ലേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഒരു 3 പ്രാവശ്യം ഓതുക എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 50 പ്രാവശ്യം ചൊല്ലുക. യാ മാലിക്കുൽ മുൽക്കി യാ ദുൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് അത് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനുള്ളൊരു ഇസ്മാണ്. അത് 15 പ്രാവശ്യം ചൊല്ലുക. അതിൻ്റെ കൂടെ യാ ഹയ്യു യാ ഖയ്യൂം യാ ദുൽ ജലാലി യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അങ്ങനെ ചൊല്ലുക. അത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അത് രണ്ടും ചൊല്ലിയിട്ട് അത് ഒരു 10 പ്രാവശ്യം കൂടി ചൊല്ലിയിട്ട് ഇത് രണ്ടും നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ, അതായത് അള്ളാഹുവിൻ്റെ ഏറ്റവും ശക്തിയേറിയ 2 ഇസ്മുകളാണ്. അത് രണ്ടും ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു ആ ദുആയെ ഒരിക്കലും തട്ടിക്കളയില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ പതിവാക്കാൻ നോക്കുക. ഈവനിങ് ടാസ്കിന് ടോട്ടൽ 14 പോയിൻ്റാണുള്ളത്. പിന്നെ നൈറ്റ് ടാസ്ക് മഗ്‌രിബ് നിസ്കാരത്തിന് 3 പോയിൻറ്റ്, മുൽക്ക് സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയാൽ 1 പോയിൻറ്റ്, വാഖിഅ സൂറത്ത് 1 പോയിൻറ്റ്, സജ്ദ സൂറത്ത് 1 പോയിൻറ്റ്, 4 പേജസ് ഓഫ് ഖുർആനിന് 2 പോയിൻറ്റ്, സ്വലാത്ത് 200-ന് 2 പോയിൻറ്റ്, അസ്മാഉൽ ഹുസ്ന 1, ഹദ്ദാത്ത് 1 പ്രാവശ്യം ഓതിയാൽ 1 പോയിൻറ്റ്, സ്വലാത്തുൽ ഫാത്തിഹ 3 പ്രാവശ്യം ഒരു 3 പ്രാവശ്യം ഓതിയാൽ 1 പോയിൻറ്റ്, ഇശാ നിസ്കാരത്തിന് 3 പോയിൻറ്റ്, 4 പേജസ് ഓഫ് ഖുർആനിന് 2 പോയിൻറ്റ്, സ്വലാത്ത് 2 പോയിൻറ്റ്, അതുപോലെ സയ്യിദുൽ ഇസ്തിഗ്ഫാറിന് 3 പ്രാവശ്യം ഓതിയാൽ 1 പോയിൻറ്റ്, വിത്ർ നിസ്കാരം 2 പോയിൻറ്റ്, കടം വീടാനുള്ള ദുആ 1 പോയിൻറ്റ്. ഇങ്ങനെ ടോട്ടൽ ഇത്രയും ടാസ്കുകളാണ്. ടോട്ടൽ നമുക്ക് കിട്ടാൻ പോകുന്ന 80 പോയിൻറ്റ്സ് ആണ്. 80 പോയിൻറ്റ്സിലാണുള്ളത്. പിന്നെ ഷാബാൻ മാസത്തിൽ നോമ്പ് നോൽക്കൽ സുന്നത്താണ്. അതുപോലെ സ്വലാത്ത് അധികരിപ്പിക്കലും സുന്നത്താണ്. അപ്പോൾ ഓരോ ദിവസവും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളും കൂടി ചെയ്യാം. ഇത് വെള്ളിയാഴ്ച നമ്മൾ ഓതിൽ സുന്നത്തായിട്ടുള്ള സൂറത്തുകളാണ് കഹഫ് സൂറത്ത്, ദുഖാൻ സൂറത്ത്, അതുപോലെ ജുമായ സൂറത്ത്. അപ്പോൾ അത് 3 പാരായണം ചെയ്യുക. പിന്നെ അല്ലാഹു മക്ഫിനി ബി ഹലാലിക്കൻ ഹറാമിക വാഗനിനി ബി ഫദ്ലിക അമ്മൻ സുബാക്ക് എന്ന് പറഞ്ഞുള്ള ഒരു ദിക്ർ ജുമായ നിസ്കാര ശേഷം 70 പ്രാവശ്യവും അതിനുശേഷമുള്ള എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും 7 പ്രാവശ്യം ഓതുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കുള്ള ഉഹുദ് മലയോളം കടങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ആ കടം വീട്ടപ്പെടുന്നുള്ളതാണ്. അത് എങ്ങനെയെങ്കിലും രീതിയിൽ അള്ളാഹു ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. സോ അത് നമ്മൾ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക. ഇൻഷാ അള്ളാഹ് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അധികം വൈകിപ്പിക്കുന്നില്ല. ഇങ്ങനെയാണ്. പിന്നെ ഈ ടാസ്കുകളെല്ലാം കൂടിയിട്ട് ഞാൻ ഇതിൻ്റെ ഫോട്ടോസ് നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അതിൻ്റെ കൂടെ ഞാൻ ഇതിലുള്ളൊരു PDF പുതുതായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ PDF കൂടി നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാഹു നമുക്കിതെല്ലാം ചെയ്യാൻ കഴിയാനും പതിവാക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഷഅബാൻ നല്ല രീതിയിൽ കിട്ടി, റമദാനും കിട്ടി. നമ്മുടെ ജീവിതത്തിലൊരു മാറ്റങ്ങൾ ഉണ്ടാവാനും നല്ല രീതിയിൽ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാനും ജീവിക്കുന്ന കാലത്തോളം ഇസ്ലാമിൽ അടുപ്പിച്ച് ജീവിക്കാനും മരിക്കുന്നതിന് മുമ്പ് പരിപൂർണ്ണമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനും മരിക്കുന്ന സമയത്ത് പരിപൂർണ്ണമായ ഈമാനോടെ മരിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദുആയിലൊക്കെ എന്നെയും ഉൾപ്പെടുത്താൻ ഇൻഷാ അല്ലാഹ് നിങ്ങളെ എല്ലാവരും എൻ്റെ ദുആയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അസ്സലാമു അലൈക്കും.